മലയാള സാഹിത്യത്തിൽ വീണ്ടും ഒരു പുരസ്കാര വിവാദം വന്നിരിക്കുകയാണ്. റാം കെയർ ഓഫ് ആനന്ദി. ആ പുസ്തകം എല്ലാവരും വായിച്ചിട്ടുണ്ടാകുമല്ലോ. ആ രചനയ്ക്ക് അഖിൽ പി ധർമ്മജന കേന്ദ്ര യുവ സാഹിത്യ പുരസ്കാരം കിട്ടിയതാണ് സാഹിത്യലോകത്തെ പുതിയ ചർച്ച. അവാർഡ് നിർണയത്തെ വിമർശിച്ച് ഇന്ദു മേനോൻ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. അശോകൻ ചെരുവിൽ അടക്കമുള്ളവർ അഖിൽ പി ധർമ്മജനെ അനുകൂലിച്ചും പ്രതികരണം നടത്തി. സോഷ്യൽ മീഡിയയിലും ചർച്ചയുണ്ട്. 35 വയസ്സിൽ താഴെയുള്ളവർക്കായി 2011 മുതൽ നൽകി വരുന്ന പുരസ്കാരമാണ് കേന്ദ്ര യുവ സാഹിത്യ പുരസ്കാരം. റാമിന്റെയും ആനന്ദിയുടെയും മല്ലിയുടെയും കഥ പറഞ്ഞ് വായനക്കാർക്കിടയിൽ തരംഗമായ പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. സമീപകാല പുസ്തക വിൽപ്പനയിൽ കുതിപ്പുണ്ടാക്കിയ നോവൽ. അഖിൽ പി ധർമ്മജൻ എന്ന യുവ എഴുത്തുകാരന്റെ ഈ സൃഷ്ടിയാണ് ഇത്തവണത്തെ കേന്ദ്ര യുവ സാഹിത്യ പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2011 മുതൽ യുവ എഴുത്തുകാർക്ക് നൽകി വരുന്ന പുരസ്കാരം പക്ഷേ ഇത്തവണ വിവാദ വിഷയവുമായി. കേന്ദ്ര പുരസ്കാരം കിട്ടാൻ തക്ക മൂല്യമുള്ള രചനയല്ല റാം കെയർ ഓഫ് ആനന്ദിയുടേത് എന്നതായിരുന്നു പ്രധാന വിമർശനം. ഫേസ്ബുക്കിൽ എഴുത്തുകാരി ഇന്ദു മേനോനിട്ട വിമർശനക്കുറിപ്പാണ് വിവാദം കത്തിച്ചത്. അവാർഡ് ജൂറിയുടെ പേരടക്കം പങ്കുവച്ചായിരുന്നു വിമർശനം. ലിറ്ററി ഫിക്ഷൻ ഇനി ഒന്നിനും ആവശ്യമില്ല, ധാരാളമായി വിറ്റുപോകുന്ന പൾപ്പ് ഫിക്ഷനാണ് ഇനിയത്തെ കാലം എന്ന് തുടങ്ങിയ വിമർശനം കഥാപാത്രത്തിന്റെ പേരായ റാമിൽ വരെ ചെന്നെത്തി. റാം നിങ്ങൾ കരുതും പോലെ അഭിനവരാമൻ അല്ല ചങ്ങാതിമാരെ എന്നും കുറിച്ചു. ഇന്ദു മേനോന്റെ കുറിപ്പിന് താഴെ എതിർത്തും അനുകൂലിച്ചും ചർച്ച കൊഴുത്തു. അങ്ങനെയെങ്കിൽ മുൻ അവാർഡുകളും പരിശോധിക്കപ്പെടേണ്ടേയെന്ന എഴുത്തുകാരൻ ദേവദാസ് VM-ന്റെ പോസ്റ്റും ചർച്ചയായി. എഴുത്തുകാരൻ സച്ചിദാനന്ദൻ അടക്കമുള്ളവർ പ്രതികരണവുമായി എത്തി. കവി കൽപ്പറ്റ നാരായണൻ അടക്കമുള്ള സാഹിത്യകാരന്മാരും അവാർഡ് നിർണയത്തെ പരസ്യമായി വിമർശിച്ചു. എന്നാൽ അശോകൻ ചെരുവിലടക്കമുള്ള എഴുത്തുകാർ പുരസ്കാരത്തെ പിന്തുണച്ചും രംഗത്തെത്തി. ചില വിമർശനങ്ങളിൽ സാഹിത്യത്തിലെ വരേണ്യത നിഴലിക്കുന്നുവെന്നായിരുന്നു അശോകൻ ചെരുവിലിന്റെ വിമർശനം. മികച്ച രചനയുടെ മാനദണ്ഡമെന്ത്, പുരസ്കാര നിർണയത്തിന്റെ അളവുകോലെന്ത് തുടങ്ങി പല മാനങ്ങളിലേക്ക് ഇപ്പോഴും പുരസ്കാര വിവാദം കൊഴുക്കുകയാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.